റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് പാർട്ടിസിപ്പേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മിറ്റി കുറച്ച് പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഈ പ്രപ്പോസൽസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് സെബി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രപ്പോസൽസ് മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ പ്രപ്പോസൽസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതൊരു ഓപ്ഷൻ ട്രേഡറെ എങ്ങനെയൊക്കെ ബാധിക്കും, അതേപോലെ ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് കരിയർ എന്ന് പറയുന്നത് ഇനി വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ ഒരു മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓപ്ഷൻ ട്രേഡിംഗ് ബാൻ ചെയ്യാൻ പോകുകയാണ്, ഇല്ലെങ്കിൽ ഇനി ഓപ്ഷൻ ട്രേഡിംഗ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്താ പറയുക, ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഒന്നും തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള പല ന്യൂസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു തീരുന്നത് വഴി ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വരുന്ന റെഗുലേഷൻസിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് ആക്ച്വലി സെബി ഇങ്ങനെയുള്ള റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്? നമ്മൾ ലോകത്തിലെ മുഴുവൻ F&O അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ടേൺ ഓവർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 80% കോൺട്രിബ്യൂഷനും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ്. അത് ഒരു റെഗുലേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് പറയുന്ന പോലെ നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കാനാണ്, നമ്മളെ പറ്റിക്കാനാണ് എന്ന് പറയുന്ന പോലല്ല. ഒരു ലോകത്തിലെ മുഴുവൻ F&Oയുടെ ടേൺ ഓവർ എടുത്ത് നോക്കുമ്പം ഇന്ത്യൻ മാർക്കറ്റാണ് 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല 2019 2024 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 40 ഇരട്ടി ഗ്രോത്ത് ആണ് ഈ ഒരു ടേൺ ഓവറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അത് കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരിൽ 90% ട്രേഡേഴ്സും ലോസിലാണ് എന്നുള്ളത്. ഇതിനുള്ളിൽ ഏകദേശം 50%-ഓളം 1 ലക്ഷം രൂപയ്ക്ക് താഴെ ക്യാപിറ്റൽ മാത്രമുള്ളവരാണ്. ഇതിനുള്ളിൽ 80%-ഓളം ആൾക്കാർ 10 ലക്ഷം രൂപയ്ക്ക് താഴെ ക്യാപിറ്റൽ മാത്രമുള്ളവരാണ്. അപ്പം ഈ ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ ക്യാപിറ്റലുള്ള 80% ആൾക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരോ റീറ്റെയിലർ ട്രേഡേഴ്സോ ആണ്. ഈ 80% ആൾക്കാരും മുഴുവൻ ലോസാണ് വരുത്തി വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ എന്താ പറയുക, ടോട്ടൽ 100%-ൽ 90% റീറ്റെയിലേഴ്സും ലോസാണ് വരുത്തി വെക്കുന്നത്. ഈ 90%-ൽ 80% ആൾക്കാരും 10 ലക്ഷം രൂപയ്ക്ക് താഴെ ക്യാപിറ്റലുള്ളവരാണ്. അപ്പം മൊത്തത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെടുന്ന 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വളരെ ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സാണ്. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം സെബിക്കുണ്ട്. മാത്രമല്ല ഈ ഒരു പൈസ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കറിയാം ഇതിനു മുൻപേ നമ്മളുടെ മാർക്കറ്റിൽ വീക്കിലി 1 എക്സ്പയറിയോ 2 എക്സ്പയറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കോമ്പറ്റീഷൻസ് ആണ്. BSEയും NSEയും തമ്മിൽ ഏതൊക്കെ ദിവസം നമുക്ക് എക്സ്പയറി കൊണ്ടുവരാം എന്നുള്ള കോമ്പറ്റീഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എക്സ്പയറി ഉണ്ട്. അതായത് 0 ഡേറ്റ് ടു എക്സ്പയറി, നമുക്ക് എല്ലാ ദിവസവും നമുക്ക് എക്സ്പയറി ട്രേഡ്സ് എടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമല്ല. അങ്ങനെ ഇത്രയും 0 ഡേറ്റ് ടു എക്സ്പയറി വന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള സ്പൈക്കുകൾ ഇതുവരെ നമുക്ക് കഴിഞ്ഞ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഓപ്ഷൻ എന്താ പറയുക സ്പൈക്കുകൾ വരുന്നുണ്ട്. എന്താ പറയുക, സാധാ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് അടിച്ച് കളയുന്നുണ്ട്. ഈ അടിച്ച് കളയുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ആൾക്കാരെന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള വളരെ എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ടുള്ള ആൽഗോ ട്രേഡേഴ്സാണ്. നമുക്കറിയാം ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൽഗോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആൽഗോ സ്ട്രാറ്റജീസ് അവർ സെറ്റ് ചെയ്തതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് റെഗുലറായിട്ട് അവർ പ്രോഫിറ്റ് എടുക്കുന്നു. ആ പ്രോഫിറ്റ് മൊത്തം US-ലോട്ട് പോകുന്നു. അപ്പം ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ 90% ആൾക്കാരുടെയും പൈസ പോകുന്നത് FISൻ്റെ കയ്യിലോട്ടോ ഇല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സിൻ്റെ കയ്യിലോട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ HFT ട്രേഡേഴ്സിൻ്റെ കയ്യിലോട്ടാണ്. ആ പൈസ ഇന്ത്യയിൽ നിൽക്കുന്നില്ല. ആ പൈസ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ടുമാണ് പോകുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പണം ഇവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ വന്നു? മാർക്കറ്റിൽ 40x ടേൺ ഓവറിൽ ഇൻക്രീസ് വന്നു ലാസ്റ്റ് 5 ഇയർ കൊണ്ട്. അതിനുള്ളിൽ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പൈസയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്, അത് സാധാരണക്കാരുടെ. ഇനി അതിനുള്ളിൽ 90% ആൾക്കാരും ഫെയിലിയറാണ്.
ഇനി ഈ പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പൈസയൊക്കെ HFT ട്രേഡേഴ്സിൻ്റെ അടുത്തോട്ടും ബിഗ് പ്ലെയേഴ്സിൻ്റെ അടുത്തോട്ടും ആ പൈസ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ടുമാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റെഗുലേറ്ററി എന്നുള്ള നിലയ്ക്ക് സെബിക്ക് എന്താണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുതിയ റെഗുലേഷൻസ് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അവർ എന്തൊക്കെ റെഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രപ്പോസൽസ് ആണ് മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ആ പ്രപ്പോസൽസ് എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. ആദ്യത്തെ പ്രപ്പോസൽ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് എന്താ പറയുക 2-3 ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ടുള്ള 30% ടാക്സ് എന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിൽ പലതരത്തിലുള്ള ഇതേപോലെയുള്ള ഗ്യാംബ്ലിങ്സോ ഇല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾക്ക് 30% ടാക്സ് കൊണ്ടുവന്നുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. നമുക്കറിയാം ഇപ്പം എന്താ പറയുക, ഇപ്പം ഗെയിമിംഗ് ആണെങ്കിലും ഇല്ലെങ്കിൽ റമ്മി പോലുള്ളതാണെങ്കിലും ഇല്ലെങ്കിൽ ലോട്ടറി ആണെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിങ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് 30% ടാക്സ് കൊണ്ടുവന്ന് അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം 30% ടാക്സ് കൊണ്ടുവന്ന് ഓപ്ഷൻ ട്രേഡിങ് നിരുത്സാഹപ്പെടുത്തും എന്നുള്ളതും അവരുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ്. അപ്പം അത് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് TDX ഡിഡക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു 30% ടാക്സ് ഡിഡക്ഷൻ വരുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? 30% ടാക്സ് ഡിഡക്റ്റ് വരുന്നത് കൊണ്ട് വലിയ പ്ലെയേഴ്സിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. കാരണം ഓൾറെഡി അവരെല്ലാവരും തന്നെ 30% ടാക്സ് സ്ലാബിലുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി 30% ആണ് കൊടുക്കുന്നത്. അവരെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. പക്ഷേ 1 ലക്ഷമോ 2 ലക്ഷമോ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ട് 5% ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതെയോ ഇല്ലെങ്കിൽ 10% ഒക്കെ ടാക്സ് കൊടുക്കുന്ന വളരെ ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇത് വലിയൊരു അടി തന്നെയാണ്. അവർക്കിനി മുതൽ 30% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെ ഒരു റൂൾ വരികയാണ് എന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവിലോട്ട് മാറ്റും എന്നുള്ളത്. അതായത് നമ്മളുടെ ഓപ്ഷൻ ട്രേഡിങ് ഇതുവരെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പം ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാറ്റി ഇതൊരു സ്പെക്കുലേറ്റീവ് ഇൻകം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു നെഗറ്റീവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. 30% പിന്നെ നമുക്ക് സഹിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ സ്പെക്കുലേറ്റീവ് ഇൻകത്തിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുൻപേ ഇതൊരു ബിസിനസ് ഇൻകം ആയതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ നഷ്ടം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിത് ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബിസിനസ് ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, നമ്മളുടെ പെട്രോള്, നമ്മളുടെ വൈഫൈ, നമ്മളുടെ പുതിയ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെയുള്ള ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ബിസിനസ് ഇൻകത്തിലെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ സ്പെക്കുലേറ്റീവ് ഇൻകത്തിലോട്ട് അത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അത് നമുക്ക് എന്താ പറയുക, ആ എക്സ്പെൻസസ് ഇതിനുള്ളിൽ കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ഓപ്ഷൻ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ട്രേഡറായി എടുത്തിട്ടുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താണ്, അദ്ദേഹം ഒരു 20 ലക്ഷം രൂപ ക്യാപിറ്റലിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. 20 ലക്ഷം രൂപ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്ത് 50% റിട്ടേൺ ആണ് ഞാൻ പറയുന്നത്. നോർമലി നമ്മൾ 30%, 35% ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 50% റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അദ്ദേഹം 20 ലക്ഷം രൂപ ക്യാപിറ്റലിൽ 10 lakh rupees പ്രോഫിറ്റ് എടുത്തു. ഇനി ഈ 10 lakhs rupees പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്കറിയാം നമ്മളുടെ ട്രേഡിങ്ങും ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് 20% പോകും. നമുക്കൊരു 8 ലക്ഷം രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഈ 8 ലക്ഷം രൂപ പ്രോഫിറ്റിൽ നമ്മൾ ഈ പറഞ്ഞത് പ്രകാരം 30% ടാക്സ് വരികയാണെന്നുണ്ടെങ്കിൽ 2.4 lakhs അവിടെ പോയി. ബാക്കി 5.6 lakhs rupees ആണ് നമുക്ക് ബാക്കിയുള്ളത്. ഇനി ഈ 5.6 lakhs rupeesൽ നമുക്ക് ഇൻ്റർനെറ്റ് ചാർജസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രീമിയം ടൂൾസ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ചാർജസ് ഉണ്ട്. നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോഴ്സസ് പർച്ചേസ് ചെയ്യും, അതിൻ്റെ ചാർജസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചാർജസ് തന്നെ മേ ബി 1-1.5 ലക്ഷം രൂപ നമുക്ക് ഇയർലി എക്സ്പെൻസ് വരും. സോ 5.4ൽ നിന്ന് നമ്മളൊരു 1.4 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്നത് എത്രയാണ്? 4 lakhs ആണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. 4 lakhs എന്ന് പറയുന്നത് 20 lakhs ക്യാപിറ്റലിന് ജസ്റ്റ് 20% ആണ്. ഈ ഒരു 20%, അതായത് നമ്മൾ 50% ഏൺ ചെയ്തെടുത്ത് നിന്നാണ് നമ്മൾ 2 lakhs, അതായത് 20% റിട്ടേൺ എന്ന് പറയുന്ന ലെവലിലോട്ട് നമ്മൾ ചുരുങ്ങുന്നത്. അപ്പം നമുക്ക് 50% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി.
അപ്പം ഈ ഒരു 20% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മുടെ ജോലിയൊക്കെ കളഞ്ഞ് ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? മ്യൂച്വൽ ഫണ്ട് ആവറേജ് 15% ഇല്ല 14% നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 5% എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ജോലിയെല്ലാം കളഞ്ഞ് ഫുൾ ടൈം ഇതിനു വേണ്ടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെച്ചമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോ റീറ്റെയിൽ ട്രേഡേഴ്സും ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒന്ന് അതിനെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഓൾറെഡി 30% ടാക്സ്, TDS, പിന്നെ ഈ പറഞ്ഞ ബിസിനസ് ഇൻകത്തിൽ നിന്ന് സ്പെക്കുലേറ്റീവ് ഇൻകത്തിലോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചു. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മാർജിൻ ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നോർമലി നമുക്ക് ഒരു ലോട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ വരുന്ന മാർജിൻ ഇതിൻ്റെ കോൺട്രാക്ട് സൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോർമലി ഒരു കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് 5 lakhs to 10 lakhs ആണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഒരു കോൺട്രാക്ട് സൈസ് ഉണ്ടാവുക. ഇനി അതിന് മുകളിലോട്ട് കോൺട്രാക്ട് സൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിൻ്റെ ലോട്ട് സൈസ് റെഡ്യൂസ് ചെയ്യും. അതായത് ഇപ്പം നിഫ്റ്റിയുടെ വാല്യൂ 20,000 ആണെന്ന് വിചാരിക്കുക. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 50 ആയിരുന്നു, ഇല്ലെങ്കിൽ 50 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, 50 into 20,000 10 lakhs ആണ് വരുന്നത്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ 5 to 10 lakhs ബാൻഡിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഇത് നിഫ്റ്റി 20ൽ നിന്ന് 21-22,000 പോകുമ്പോൾ ഈ ഒരു കോൺട്രാക്ട് വാല്യൂ 6 months ഇവർ റിവ്യൂ ചെയ്യും. 6 months റിവ്യൂ ചെയ്യുമ്പം 50 into 22,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇതെന്താണ് 11 lakhs ആയിട്ട് മാറി അതിൻ്റെ കോൺട്രാക്ട് വാല്യൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ 10 lakhsൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോട്ട് സൈസ് കുറയ്ക്കും. അപ്പോൾ അവർ 50ൽ നിന്ന് ഇതിനെ 25ലോട്ട് കൊണ്ടുവന്നു. സോ 25 into 22,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5 lakh എബോവ് വരും. ഓൾമോസ്റ്റ് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിൽ വീണ്ടും കയറി. ഇങ്ങനെ ഇപ്പം നമ്മളുടെ മാർക്കറ്റ് 25,000-ലാണുള്ളത്. ഇനി നിഫ്റ്റി വളർന്ന് ഒരു 40,000 ആയി എന്ന് വിചാരിക്കുക. 40,000 ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? 25 into 40 എന്ന് പറയുന്നത് 40,000 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 lakh ആണ്. ഇനി അത് ക്രോസ് ചെയ്യുമ്പോൾ 10 lakhs ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ 25ൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് നിഫ്റ്റിയുടെ കോൺട്രാക്ട് സൈസ് 15ലോട്ടോ 20ലോട്ടോ കൊണ്ടുവരും. ഇങ്ങനെ ഇവർ കോൺട്രാക്ട് സൈസ് കുറച്ച് ഇത് എപ്പോഴും ഈ ഒരു 5 to 10 lakhs കോൺട്രാക്ട് സൈസിൻ്റെ ഉള്ളിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ ലോട്ട് സൈസ് കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു കോൺട്രാക്ട് സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇവിടെ പുതിയ റോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കോൺട്രാക്ട് സൈസ് ഇൻക്രീസ് ചെയ്യുക. 5 to 10 lakhs എന്നുള്ളത് 25 to 30 lakhs എന്നുള്ള കോൺട്രാക്ട് സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 25,000 ആണ് എന്ന് വിചാരിച്ചോ. അപ്പം 20 ആണ് നമ്മുടെ ലോട്ട് സൈസ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5 lakhs ആവുന്നുള്ളൂ. 30 ആണ് എന്നുണ്ടെങ്കിൽ 7.5 ആണ്. 40 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓൾമോസ്റ്റ് 10 lakh കോൺട്രാക്ട് സൈസ് വരുന്നുണ്ട്. പക്ഷേ പുതിയ നിയമപ്രകാരം 25 to 30 lakhs ആണ് കോൺട്രാക്ട് സൈസ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെ 5x കൂട്ടേണ്ടി വരും. അതായത് ഇപ്പോൾ 5 lakhs ഉള്ളത് 20 into 20, അതായത് 20 ആണ് ലോട്ട് സൈസ്, 25 ആണ് ലോട്ട് സൈസ്. നിഫ്റ്റിൻ്റെ വാല്യൂ 22,000 ആണ്. ഓൾമോസ്റ്റ് 5 lakhs പ്ലസ് വരുന്നതിനെ അതിനെ 5 ഇരട്ടി ആക്കേണ്ടി വരും. അതായത് 25 ലോട്ട് സൈസ് ഓൾമോസ്റ്റ് 120 125 ആയിട്ട് മാറും. ഒരു ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 lakhsൻ്റെ 20% ആയിട്ടുള്ള 1 lakh ആണ് നമുക്കിപ്പോൾ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 30 lakhsൻ്റെ 20% ആയിട്ടുള്ള ഒരു 6 lakhs മിനിമം ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി വരും എന്നുള്ള അവസ്ഥയിലോട്ട് വരും സെല്ലേഴ്സിൻ്റെ കാര്യം. ഇനി ബയേഴ്സിൻ്റെ കാര്യം, നമുക്ക് ഈ 100 into 100 രൂപയാണ് പ്രീമിയം, 25 ലോട്ട് സൈസ്, 2,500 രൂപയാണ് ഒരു ലോട്ട് സൈസ് മേടിക്കാൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയായിട്ട് മാറി. ഇപ്പം 120 ഒരു ലോട്ടിലെ ക്വാണ്ടിറ്റി 125 മാറുകയാണെന്നുണ്ടെങ്കിൽ 125 into 100 12,500 രൂപ കൊടുത്ത് ഒരു ലോട്ട് ബൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സെബിയുടെ കണക്ക് പ്രകാരം ലോസ് ഉണ്ടാക്കിയവരിൽ ഒരു 20% ആൾക്കാരും ലെസ് ദാൻ 10,000 ക്യാപിറ്റൽ ഉള്ളവരാണ്. അപ്പോൾ എന്താണ്, അവരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിനിമം ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12,000 വേണം എന്നുള്ളത് ഒരു നിയമം, ഒരു റൂളായിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ, അതായത് 2,000-3,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവർക്ക് ലോസ് വരുന്ന, ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് സെബി ചിന്തിക്കുന്നത്. പക്ഷെ അവിടെയുള്ള വേറെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 2,000 രൂപയ്ക്ക് ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പോൾ എന്താണ് 12,000-15,000 രൂപയും ഇപ്പം എന്താണ് 12,000-15,000 രൂപയും വേണം ഒരു ലോട്ട് ട്രേഡ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ലോട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് പഠിച്ച ഒരാൾക്ക് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ മുടക്കി
ട്രേഡിംഗ് പഠിക്കേണ്ടതായിട്ട് വരും. അത് നമുക്കറിയാം, തുടക്കത്തിൽ നമ്മൾ ട്രേഡിംഗ് പഠിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് വരിക. അപ്പം ഈ ഒരു നഷ്ടങ്ങൾ 5 ലക്ഷം രൂപ മുടക്കി നഷ്ടങ്ങൾ പഠിക്കുക, ഇല്ലെങ്കിൽ 15,000 രൂപ മിനിമം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നഷ്ടങ്ങൾ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടാകും. അത് ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വീക്കിലി എക്സ്പയറി 1 ആക്കി മാറ്റും, ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഡേ സെലക്ട് ചെയ്തുകൊണ്ട് അന്ന് ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി എന്നുള്ള രീതിയിലോട്ട് മാറ്റുമെന്നുള്ളതാണ് അടുത്ത ഒരു നിയമം. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ വോൾട്ടാലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം പലപ്പോഴും പല ദിവസങ്ങളിലും മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ആഫ്റ്റർനൂണിന് ഷോർട്ട് കവറിങ് കാരണമോ ഇല്ലെങ്കിൽ ലോങ് കവറിങ് കാരണമോ ഒക്കെ മാർക്കറ്റ് ടോട്ടലി റിവേഴ്സായിട്ട് വരാറുണ്ട്. ഇൻട്രാഡേ വോൾട്ടാലിറ്റി കൂടാറുണ്ട്, സ്പൈക്ക് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാഡേ വോൾട്ടാലിറ്റി ഒരു പരിധി വരെ ഈ ഡെയിലി എക്സ്പയറി എടുത്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ഇനി അടുത്ത റൂള് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രൈക്സ് കുറയ്ക്കും എന്നുള്ളതാണ്. നമുക്കറിയാം 0 to ഹീറോ ഇല്ല 0 to 0 ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രേഡിംഗ് സ്റ്റൈലുകളുണ്ട്. അപ്പം നമ്പർ ഓഫ് സ്ട്രൈക്സ് കുറയ്ക്കുന്നത് വഴി ഇങ്ങനെയുള്ള ഒത്തിരി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പം മേ ബി എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് സ്ട്രൈക്സ് കുറയ്ക്കുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലി നമ്മൾ കണ്ടു തന്നെ അറിയണം. മേ ബി ഇപ്പം നിഫ്റ്റിയിലൊക്കെ 50 പോയിന്റ് ഇടവിട്ടിട്ടാണ്, അല്ലെങ്കിൽ 50 പോയിന്റ് ഇടവിട്ടിട്ടാണ് സ്ട്രൈക്സ് അല്ലേ. 24, 24, 50, 24, 100, 24, 150, 24, 200. മേ ബി ആ ഒരു ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തിട്ട് 24,000, 24, 100, 24, 200 ഇങ്ങനെയുള്ള സ്ട്രൈക്സ് വീണ്ടും ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടാനുള്ള, അങ്ങനെ നമ്പർ ഓഫ് സ്ട്രൈക്സ് കുറയ്ക്കാനുള്ള ഒരു സാധ്യത കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 0 to 0 ഇങ്ങനെയുള്ള ട്രേഡിംഗ് സ്റ്റൈലുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പയറിയോട് അടുപ്പിച്ചിട്ട് മാർജിൻ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള നിയമവും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും റെഗുലേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് 30% ടാക്സ്, TDS, പിന്നെ എന്താണ് സ്പെക്കുലേറ്റീവ് ഇൻകത്തിലോട്ട് മാറ്റും, ബിസിനസ് ഇൻകത്തിൽ നിന്ന് സ്പെക്കുലേറ്റീവ് ഇൻകത്തിലോട്ട് മാറ്റും. അടുത്തത് എന്ന് പറയുന്നത് മാർജിൻ ഇൻക്രീസ് ചെയ്യും. മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോൺട്രാക്ട് സൈസ് കൂട്ടിക്കൊണ്ട്, അതായത് ഒരു ലോട്ട് ചെയ്യേണ്ട മിനിമം ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ലോട്ട് ചെയ്യേണ്ട എമൗണ്ട് നേരത്തെ 1 ലക്ഷം ആയിരുന്നു എങ്കിൽ അത് 5 lakhs ആയി മാറും. ഒരു ലോട്ട് ബൈ ചെയ്യേണ്ടത് 2,000 ആയിരുന്നെങ്കിൽ അതിൻ്റെ 5x 10,000 rupees മാറും. അതാണ് അവർ മാർജിൻ ഇൻക്രീസ് ചെയ്യുക. അത് കോൺട്രാക്ട് സൈസ് കൂട്ടിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുക. പിന്നെ വീക്കിലി എക്സ്പയറി കുറയ്ക്കുന്നത് വഴി നമ്മളുടെ വോൾട്ടാലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെബിയുടെ ഭാഗത്ത് നിന്ന് കേട്ടു. ഇനി സത്യത്തിൽ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതിൽ നിന്ന് മാറി നിൽക്കുമോ? നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി തോന്നുന്നത്? ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടിക്കൊണ്ടാണോ നമ്മൾ ഇങ്ങനെയുള്ള ലോസ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സിനെ മാറ്റി നിർത്തേണ്ടത്? അതോ ഇനി മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം? അതായത് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് മിനിമം 6 months കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് F&O ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് 6 months എക്സ്പീരിയൻസ് എങ്കിലും മാർക്കറ്റിലുണ്ടാവും. പല ആൾക്കാരും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, ഡിമാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പരിധി വരെ അങ്ങനെയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കാരണം 6 months അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 6 months കഴിഞ്ഞാൽ മാത്രമാണ് പുതിയൊരാൾക്ക് F&O ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ബ്രോക്കേഴ്സിലെ എന്താ പറയുക P&L സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ആക്ടിവേറ്റ് ആയി കിട്ടും. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, ഇല്ലെങ്കിൽ എന്താണ് F&O ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബ്രോക്കറുടെ എന്നിൽ നിന്ന് കുറച്ചൊരു എക്സാം പോലെ, ഒരു എന്താ പറയുക ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടൊരു എക്സാം പോലെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലോട്ട് പോകണോ, അതോ ട്രേഡ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഉയർത്തിക്കൊണ്ടാണോ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്? ഇങ്ങനെയുള്ളത് അറിയില്ല. സെബിയുടെ കയ്യിലാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് പറഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സത്യത്തിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളുടെ ഓഹരി പഠനം ഫോളോവേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇത്ര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30% ടാക്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് വെറും മണ്ടത്തരമാണ്. കാരണം 50% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവസാനം വെറും 20% ഒക്കെയാണ് നമുക്ക് കിട്ടുക. ബാക്കിയെല്ലാം പല തരത്തിലുള്ള ചാർജസ് ആയിട്ട് ഞാൻ പോകും. അതായത് ഞാൻ ഈ പറഞ്ഞ ബ്രോക്കറേജ്, STT, GST ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ഒരു 20% പോകും. അതിനുശേഷം കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് 30% ടാക്സ് പോകും. പിന്നെ ഇത് സ്പെക്കുലേറ്റീവ് ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പലതരത്തിലുള്ള ചാർജസ് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അത് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 15-20% ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം.
രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരാളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കടമ്പകളുണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ആദ്യം വന്ന് കുറേ വർഷം ലോസ് വരുത്തി വെക്കണം. ഈ ലോസ് വരുത്തി വെച്ച് പിന്നെ കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം പ്രോഫിറ്റബിൾ ആകണം. ഈ പ്രോഫിറ്റബിൾ ആയതിനു ശേഷം ആക്ച്വലി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയതിനു ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം. ഇപ്പം ഇന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ ഒരു ഗ്ലിച്ച് വന്നതുകൊണ്ട് നമ്മളുടെ മാർക്കറ്റിലെ പല ബ്രോക്കേഴ്സും വർക്കാകുന്നില്ല. അതേപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് എത്ര തവണ ഒരു മാസം ബ്രോക്കർ ഗ്ലിച്ചസ് വന്ന് എത്രയോ ആൾക്കാരുടെ പൈസ പോകുന്നു. ബ്രോക്കർ ഗ്ലിച്ചസ് മാസത്തിൽ ഒരു 5-6 തവണ വളരെ കോമൺ ആയിട്ട് മാറി. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഓപ്ഷൻ ട്രേഡേഴ്സിനെയാണ്. പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ നല്ലൊരു ഗ്ലിച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് കരിയർ തന്നെ എൻഡ് ആവും. ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ മുഴുവൻ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവും. ബ്രോക്കറുടെ സൈഡിൽ നിന്ന് ഒരു ഗ്ലിച്ച് വന്നാൽ നമ്മളുടെ എൻറ്റയർ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകും. എത്രയോ ആൾക്കാരുടെ വൈപ്പ് ഔട്ട് ആയ കഥകൾ നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ബ്രോക്കർ ഗ്ലിച്ചസ് അല്ലെങ്കിൽ അടുത്തത് സ്പൈക്ക് ഇല്ലെങ്കിൽ ഫ്രീക്ക് ട്രേഡ്സ് എന്താണെന്ന് അറിയത്തില്ലാത്തവർ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. 5 രൂപയുള്ള ഓപ്ഷൻ 500 രൂപയിൽ പോയി സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് വരും. 1 രൂപയുള്ള ഓപ്ഷൻ 150 രൂപയിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് വരും. സിംഗിൾ ഡേയിൽ ട്രേഡിംഗ് കരിയർ പല ആൾക്കാരുടെയും എൻഡ് ആവുന്നു, സ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ. ഇനി ഗ്ലിച്ചസും പോട്ടെ, സ്പൈക്സും പോട്ടെ, അടുത്തത് എക്സ്ചേഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ള ഗ്ലിച്ചസ്. ലാസ്റ്റ് ഫ്രൈഡേ സെബിയുടെ ഭാഗത്ത് നിന്ന് ഗ്ലിച്ചസ് ആയിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു. ഈവൻ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. 2022-ലോ 2023-ലോ എപ്പോഴോ എൻ്റെ കയ്യിൽ മുഴുവൻ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണ്. 11:15 മാർക്കറ്റ് നിന്നു, പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല. പിന്നെ ന്യൂസ് വരുന്നു NSEയിൽ എന്തോ ഗ്ലിച്ചസ്, 2:30 മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എന്നുള്ളത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 2:30 അല്ല 3:30. 2:30 ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു, ചെയ്തില്ല. 3:30 ഓപ്പൺ ചെയ്തത്. 3:30 ഓപ്പൺ ചെയ്തതും ടോട്ടലി ഓപ്പോസിറ്റ്, വലിയ ഗ്യാപ്പ് അപ്പോടുകൂടി. അതായത് മാർക്കറ്റ് എവിടെ നിന്നു അവിടെയല്ല ഓപ്പൺ ചെയ്തത്, വലിയ ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ചെയ്തു. എൻ്റെ ക്യാപിറ്റൽ എൻറ്റയർ വൈപ്പ് ഔട്ടായി ആ ഒരു ഇൻസിഡൻറ്റിൽ. അപ്പം അത് NSEയുടെ സൈഡിൽ നിന്നുള്ള ഗ്ലിച്ചസ്. അപ്പം ഒരു ഓപ്ഷൻ ട്രേഡർ ഒരു പ്രോഫിറ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം. ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ അവസാനം അതിലെ ഒരു മെജോറിറ്റി ചാർജസും ടാക്സും GSTയും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് അവസാനം നമുക്ക് ബാക്കി കിട്ടുന്നതോ ഒരു മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ. അപ്പം ഈ ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയർ കളയണോ, ഇല്ലെങ്കിൽ ഇത്രയും ടെൻഷൻ എടുക്കണോ, ഇല്ലെങ്കിൽ ഇത്രയും സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യണോ? ഇത് നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് ഇരുന്ന് ചിന്തിക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.